everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 25th lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about capital gain on transfer of a long-term capital asset which is invested in long-term specified asset, which comes under section 54EC of Income Tax Act 1961. This is a head which comes under capital gains exempt from tax. And in this lecture, we are going to discuss a problem on capital gain on transfer of a long-term capital asset which is invested in long-term specified asset, which comes under section 54EC of Income Tax Act 1961. നമുക്ക് question നോക്കാം. Mr. X provides the following information regarding the sale of his residential house. Mr. X തൻ്റെ റെസിഡൻഷ്യൽ ഹൗസിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഇൻഫർമേഷനാണ് ഇനി പറയുന്നത്. House purchased in 2002-3, rupees 5 lakhs. Sold in January 2020, rupees 50 lakhs. Purchased another residential house in February 2020, rupees 10 lakhs. Invested in bonds of Rural Electrification Corporation Limited in March 2020, 15 lakhs. Invested in bonds of National Highway Authority of India in March 2020, rupees 5 lakhs. നമുക്ക് ഇൻഫർമേഷൻ വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സെയിൽ നടന്ന റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 2002-3 ആണ്. ആൻഡ് പർച്ചേസ് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 5 lakhs rupees ആണ്. ആൻഡ് പർച്ചേസ് ചെയ്ത റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ നടന്നത് ജാനുവരി 2020 ആൻഡ് റിസീവ് ചെയ്ത കൺസിഡറേഷൻ 50 lakhs rupees ആണ്. സോ 2002-3 എന്ന ഇയറിൽ പർച്ചേസ് ചെയ്ത് ജാനുവരി 2020 റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 36 monthsൽ കൂടുതൽ ഈ റെസിഡൻഷ്യൽ ഹൗസ് അസസി ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ജാനുവരി 2020 ഈ പറഞ്ഞ റെസിഡൻഷ്യൽ ഹൗസ് വിറ്റതിന് ശേഷം ഫെബ്രുവരി 2020 അനദർ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തു. ആൻഡ് പർച്ചേസ് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 10 lakhs rupees ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ ഹൗസിൻ്റെ ട്രാൻസ്ഫറിൽ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻസിന് സെക്ഷൻ 54 പ്രകാരം എക്സെംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. സെക്ഷൻ 54 പ്രകാരം റെസിഡൻഷ്യൽ ഹൗസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതിന് മുൻപുള്ള ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹൗസിൻ്റെ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള 2 വർഷത്തിനുള്ളിലോ അസസി ഒരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തിരിക്കണം. ഇവിടെ സെയിലിലൂടെ റെസിഡൻഷ്യൽ ഹൗസിൻ്റെ ട്രാൻസ്ഫർ നടന്നത് ജാനുവരി 2020 ആൻഡ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തത് ഫെബ്രുവരി 2020 വിച്ച് മീൻസ് റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള 2 വർഷത്തിനുള്ളിൽ അസസി അനദർ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തു. ആൻഡ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തത് 10 lakhs rupees ആൻഡ് അടുത്തതായി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ബോൺസിൽ മാർച്ച് 2020 ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 15 lakhs rupees ആണ്. ആൻഡ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോൺസിൽ മാർച്ച് 2020 ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 5 lakhs rupees ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ബോൺസും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോൺസും ഒക്കെ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 54EC പ്രകാരമുള്ള എക്സെംഷനും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇത്രയും ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. Compute the amount of capital gain to be included in the total income for the previous year 2019-20. ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് 2019-20 പ്രീവിയസ് ഇയറിൽ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആകുന്ന ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. The cost inflation index in 2002-3 105 and for 2019-20 289.
2002-03ലെയും 2019-20ലെയും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. 2002-03ലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 105ഉം 2019-20ലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289ഉമാണ്. നമുക്ക് പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ 2019-20ലേക്കാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ പ്രീവിയസ് ഇയർ 2019-20. നമ്മൾ സാധാരണയായി ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടേഷനിൽ വരുന്ന ആദ്യത്തെ ഐറ്റം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ നടത്തിയപ്പോൾ റിസീവ് ചെയ്ത കൺസിഡറേഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. 50 lakhs rupees ആണ്. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് ₹50 lakhs. നമ്മൾ പറഞ്ഞു ഈ റെസിഡൻഷ്യൽ ഹൗസ് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ബിക്കോസ് ഇത് 36 monthsൽ കൂടുതൽ അസസി ഹെൽഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കേസിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ലെസ് ചെയ്യുമ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമാണുള്ളത്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രം ലെസ് ചെയ്താൽ മതിയാകും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ക്വസ്റ്റ്യനിലുണ്ട്. 2002-03 എന്ന ഇയറിൽ ഹൗസ് പർച്ചേസ് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 5 lakhs rupees ആണ്. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 5 lakhs rupees ആണ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് മീൻസ് ഏത് ഇയറിലാണോ അസറ്റ് സെയിൽ നടന്നത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇവിടെ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ നടന്നത് ജാനുവരി 2020ലാണ്, അതായത് 2019-20ലാണ് അസറ്റിൻ്റെ സെയിൽ നടന്നിരിക്കുന്നത്. ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 289 ആണ്. ആൻഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. അതായത് അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വിച്ച് എവർ ഈസ് ലേറ്റർ. ഈ രണ്ടെണ്ണത്തിൽ ലേറ്റർ ഏതാണോ വരുന്നത് ആ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2002-03 ആണ്. സോ 2002-03 എന്ന് പറയുന്നത് 1/4/2001 ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2002-03ലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 105 ആണ്. സോ ഈ എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്, 5 lakhs into 289 divided by 105. And the amount of indexed cost of acquisition comes to rupees 13,76,191. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയ 50 lakhs rupeesൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയ 13,76,191 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് ഈസ് ₹36,23,809. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും എന്തൊക്കെ എക്സെംഷൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ സെക്ഷൻ 54 പ്രകാരം റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിന് ലഭിക്കുന്ന എക്സെംഷനെ പറ്റി പറഞ്ഞിരുന്നു. സെക്ഷൻ 54 പ്രകാരമുള്ള പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ തന്നെയാണ് പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ സെക്ഷൻ 54 പ്രകാരമുള്ള എക്സെംഷൻ അസസിക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ആൻഡ് എക്സെംഷൻ ലഭിക്കുന്നത് പുതിയതായി പർച്ചേസ് ചെയ്ത റെസിഡൻഷ്യൽ ഹൗസിൻ്റെ കോസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റ് വരെയായിരിക്കും. ഇവിടെ പുതിയതായി പർച്ചേസ് ചെയ്ത റെസിഡൻഷ്യൽ ഹൗസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 lakhs rupees ആണ്. സോ 10 lakhs rupees ആണ് ഇവിടെ സെക്ഷൻ 54 പ്രകാരം എക്സെംപ്റ്റഡ് ആകുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ്റെ ബോൺഡ്സും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോൺഡ്സും ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസാണ് ഇത്. ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനിൻ്റെ കേസിൽ അസസിക്ക്
സെക്ഷൻ 54(e)(c) പ്രകാരം എക്സെംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തത് ജാനുവരി 2020 ആൻഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ബോൺസിലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോൺസിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് മാർച്ച് 2020 അതായത് സെക്ഷൻ 54(e)(c) പ്രകാരം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് 6 മന്ത്സിനുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. സോ സെക്ഷൻ 54(e)(c) പ്രകാരമുള്ള ക്യാപിറ്റൽ ഗെയിനിൻ്റെ എക്സെംഷൻ അസസിക്ക് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ആൻഡ് ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിനും എക്സെംഷൻ ലഭിക്കും. ഇൻ കേസ് ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ടിനേക്കാളും കുറഞ്ഞ എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ എമൗണ്ടിന് മാത്രമായിരിക്കും എക്സെംഷൻ ലഭിക്കുക. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഇങ്ങനെയാണ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 15 lakhs rupees നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 lakhs rupees സോ ടോട്ടൽ 20 lakhs rupees ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 20 lakhs rupees എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ടിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്ഷൻ 54(e)(c) ഡിസ്കസ് ചെയ്തത് പ്രകാരം എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടിനാണ് സെക്ഷൻ 54(e)(c) പ്രകാരം എക്സെംഷൻ ലഭിക്കുക. സോ 20 lakhs rupeesനാണ് ഇവിടെ സെക്ഷൻ 54(e)(c) പ്രകാരം എക്സെംഷൻ ലഭിക്കുന്നത്. എക്സെംഷൻ അണ്ടർ സെക്ഷൻ 54(e)(c) ഇൻവെസ്റ്റഡ് ഇൻ ബോൺസ് ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ₹15 lakhs, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ₹5 lakhs. സോ സെക്ഷൻ 54 പ്രകാരമുള്ള എക്സെംഷൻ്റെ എമൗണ്ട് 10 lakhs സെക്ഷൻ 54(e)(c) പ്രകാരമുള്ള എക്സെംഷൻ്റെ എമൗണ്ട് ₹20 lakhs കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നുമുള്ള എക്സെംഷൻ്റെ എമൗണ്ട് 30 lakhs rupees സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായ 36,23,809 rupeesൽ നിന്നും എക്സെംഷൻ്റെ ടോട്ടലായ 30 lakhs rupees ഡിഡക്റ്റ് ചെയ്യുമ്പോൾ we will get the amount of capital gains taxable, that is rupees 6,23,809. Hope you all understand this problem. Thank you.